ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ക്യാൻ ആൻഡ് കുഡ്. ക്യാൻ എന്ന് പറയുന്ന വാക്കും അതുപോലെ കുഡ് എന്ന് പറയുന്ന വാക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഈ രണ്ട് വാക്കുകളും ഒരു സെന്റൻസിൽ നമുക്ക് എവിടെയെല്ലാം എപ്പോഴെല്ലാം ഉപയോഗിക്കാൻ കഴിയും, അതെല്ലാമാണ് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുന്നത്. ക്യാൻ എന്ന് പറയുന്ന വാക്കിൻ്റെയും കുഡ് എന്ന് പറയുന്ന വാക്കിൻ്റെയും ഇന്ത്യൻ സൈൻ എന്താണ്? ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്, അതുപോലെ തന്നെ രണ്ടിൻ്റെയും സൈനും ഒന്ന് തന്നെയാണ്. എന്നാൽ എളുപ്പത്തിന് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ക്യാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ സൈൻ ഇങ്ങനെയും അതുപോലെ കുഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ സൈൻ ഇങ്ങനെയും നമ്മൾക്ക് വേർതിരിക്കാൻ കഴിയും. രണ്ടിൻ്റെയും അർത്ഥവും സൈനും ഒന്ന് തന്നെയാണെങ്കിലും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ക്യാൻ ആൻഡ് കുഡ് ഈ രണ്ട് വാക്കുകളും ഒരു സെന്റൻസിൽ നമുക്ക് എവിടെയെല്ലാം എപ്പോഴെല്ലാം ഉപയോഗിക്കാൻ കഴിയും? ഒന്നാമത്തെ സാഹചര്യം എബിലിറ്റിയാണ്, അതായത് കഴിവ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുടെയോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന മനസ്സിലാക്കിയ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലും കഴിവുകളോ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ക്യാൻ അല്ലെങ്കിൽ കുഡ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ക്യാൻ എന്ന് പറയുന്ന വാക്കും അതുപോലെ കുഡ് എന്ന് പറയുന്ന വാക്കും ഇവ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തേത് ക്യാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ്, അതായത് നമ്മളുടെ പ്രസൻറ്റ് എബിലിറ്റി കാണിക്കുന്നതിന് വേണ്ടിയാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. അതേസമയം കുഡ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് പണ്ട് ചെയ്യാൻ കഴിയുമായിരുന്ന അല്ലെങ്കിൽ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമായിരുന്ന അല്ലെങ്കിൽ പണ്ട് നമുക്കുണ്ടായിരുന്ന എന്തെങ്കിലും കഴിവിനെ കുറിച്ച് പറയാനാണ് കുഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ കഴിവ് എനിക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല, എനിക്കതിനകത്ത് കോൺഫിഡൻസ് ഇല്ല. അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ കുഡ് ഉപയോഗിച്ചിട്ട് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഷീ ക്യാൻ പ്ലേ ദ പിയാനോ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞാൽ അവൾക്ക് പിയാനോ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് വായിക്കാൻ അറിയാം. ഇവിടെ ആ കുട്ടിയുടെ എപ്പോഴുള്ള കഴിവിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രസൻറ്റിൽ ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെയാണ് ഇവിടെ ക്യാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ ആ ക്യാൻ മാറ്റി അവിടെ അതിനു പകരം കുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സെന്റൻസിന്റെ അർത്ഥം എങ്ങനെ മാറും? അതുപോലെ സെന്റൻസ് ഷീ കുഡ് പ്ലേ ദ പിയാനോ ബ്യൂട്ടിഫുള്ളി വെൻ ഷി വാസ് എ ചൈൽഡ് എന്നായി മാറി. അതിൻ്റെ അർത്ഥം എന്താണ്? ആ പെൺകുട്ടിക്ക് പിയാനോ വളരെ മനോഹരമായിട്ട് വായിക്കാൻ കഴിയും. എപ്പോഴാണത്? പണ്ട് ആ കുട്ടി ചെറുതായിരുന്നപ്പോൾ അതിന് കഴിയുമായിരുന്നു. എന്നാൽ അതിന് ഇപ്പോൾ കഴിയുമോ? അതിന് ഉറപ്പൊന്നുമില്ല. ഒരു പക്ഷെ കഴിയുമായിരിക്കാം, ഒരു പക്ഷെ കഴിയില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാൻ എന്ന് പറയുന്നത് പ്രസന്റ് എബിലിറ്റി, അതായത് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യത്തെയും, അതുപോലെ കുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് എബിലിറ്റി, അതായത് നമുക്ക് പണ്ട് ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യത്തെയും അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഒരു കഴിവിനെയും സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ശരി, നമുക്ക് രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് വരാം. ഐ ക്യാൻ റൺ 5 കിലോമീറ്റേഴ്സ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് എന്ന് വെച്ചാൽ എനിക്ക് 5 കിലോമീറ്റർ നിർത്താതെ ഓടാൻ കഴിയും. ഇത് എനിക്ക് എപ്പോൾ കഴിയുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ, അതായത് എൻ്റെ ഇന്നത്തെ ആരോഗ്യസ്ഥിതിയിൽ എനിക്ക് 5 കിലോമീറ്റർ നിർത്താതെ ഓടാൻ കഴിയും എന്നതാണ് ഇവിടെ ക്യാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ ക്യാൻ മാറ്റി കുഡ് വയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും അർത്ഥം? ഐ കുഡ് റൺ 5 കിലോമീറ്റേഴ്സ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. ഇവിടെ അർത്ഥം മാറി, അതായത് എനിക്ക്
5 കിലോമീറ്റർ ഓടാൻ കഴിയുമായിരുന്നു. അതായത് 5 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പോ ഒക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. അതായത് പണ്ട് എന്നെക്കൊണ്ട് സാധിച്ചിരുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കുഡ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. എന്നാൽ അന്ന് ചെയ്തിരുന്ന ആ കാര്യം എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനെനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഒരുപക്ഷെ പറ്റുമായിരിക്കാം, എന്നാൽ ഒരുപക്ഷെ പറ്റില്ലായിരിക്കും. അതിന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. ക്യാൻ ആൻഡ് കുഡ് എവിടെ എപ്പോഴെല്ലാം ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പഠിച്ചത് എൻ്റെ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ മറ്റാരെങ്കിലുടെയോ കഴിവുകളെ കുറിക്കാനോ നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിക്കാനോ ക്യാൻ ആൻഡ് കുഡ് ഉപയോഗിക്കാൻ കഴിയും. ഇനി അതിൽ തന്നെ ക്യാൻ എന്നുള്ളത് നമ്മുടെ പ്രസന്റ് എബിലിറ്റിയെ കുറിക്കാൻ, അതായത് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചും, കുഡ് എന്നുള്ളത് നമുക്ക് പണ്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. പെർമിഷൻ എന്നുള്ളതിന് 2 സൈൻ ഉണ്ട്. അതിലൊന്ന് ഇങ്ങനെയും രണ്ടാമത്തേത് ഇങ്ങനെയുമാണ്. പെർമിഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എൻ്റെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ പോകാൻ അനുവദിക്കുന്നതോ ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. അതായത് ഇതിനകത്ത് 2 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് അനുവാദം ചോദിക്കുന്നത്, 2 അനുവാദം കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് ക്യാൻ എന്ന് പറയുന്ന വാക്കും കുഡ് എന്ന് പറയുന്ന വാക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ക്യാൻ എന്നുള്ളത് വളരെ കാഷ്വലായിട്ട് അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം കുഡ് എന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടെ മര്യാദ കൊടുക്കാൻ അല്ലെങ്കിൽ പൊളൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്കിപ്പോൾ ഉദാഹരണം ശ്രദ്ധിക്കാം. ക്യാൻ ഐ സിറ്റ് ഹിയർ, അതുപോലെ തന്നെ കുഡ് ഐ സിറ്റ് ഹിയർ. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. എന്താണത്? നമ്മൾ ചോദിക്കുകയാണ്, ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ. എന്നാൽ ഈ 2 സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മര്യാദ കൊടുത്ത് സംസാരിക്കേണ്ട സാഹചര്യങ്ങളിലാണ് കുഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ക്യാൻ ഐ സിറ്റ് ഹിയർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും. എന്നാൽ അതേസമയം കുഡ് ഐ സിറ്റ് ഹിയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മുഖത്ത് കുറച്ചുകൂടെ മര്യാദ അല്ലെങ്കിൽ കുറച്ചുകൂടെ റെസ്പെക്റ്റ് പ്രതിഫലിക്കും. ശരി, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. യു ക്യാൻ ഗോ നൗ ആൻഡ് യു കുഡ് ഗോ നൗ. ഇവിടെ നമ്മൾ ഒരു അനുവാദം ചോദിക്കുകയല്ല, മറിച്ച് അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. യു ക്യാൻ ഗോ നൗ എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഇപ്പോൾ പോകാൻ കഴിയും. എന്നാൽ ഇവിടെ യു കുഡ് ഗോ നൗ എന്ന് വരുമ്പോൾ കുറച്ചുകൂടെ മര്യാദ കൊടുക്കേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ വ്യക്തിയോട് പറയുകയാണ്, ഇവിടുത്തെ താങ്കളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ പോകാം. എന്ന് വെച്ചാൽ അത് നിർബന്ധമായും പോകണമെന്നാണ്? ഒരിക്കലുമല്ല. പോകണമെങ്കിൽ പോകാം, അല്ല അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അത് ആ വ്യക്തിയുടെ സ്വന്തം തീരുമാനമായിരിക്കും. ഇനി ഇവിടെ യു ക്യാൻ ഗോ നൗ എന്ന് പറയുമ്പോൾ നിർബന്ധമായി നിങ്ങൾ പോകണമെന്നല്ല, അവിടെ കുറച്ചുകൂടെ കാഷ്വലായിട്ട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടെ മര്യാദ വേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ യു കുഡ് ഗോ നൗ എന്നുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അതേസമയം യു ക്യാൻ ഗോ നൗ എന്നുള്ളതിന് ചില സാഹചര്യങ്ങളിൽ 2 അർത്ഥതലങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, താങ്കൾക്ക് പോകാം എന്ന് മാന്യമായിട്ട് പറയുന്നു. 2, ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മുടെ മാനേജർ ദേഷ്യപ്പെട്ട് നമ്മളോട് പറയുന്നു യു ക്യാൻ ഗോ നൗ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പോയേ മതിയാകും. അതായത് നമ്മുടെ അടുത്ത് നിർബന്ധമായും പോകാൻ പറയുന്നത് പോലെ തന്നെ ഒരു കമാൻഡ് പോലെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. പോസിബിലിറ്റി. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യത, എന്തെങ്കിലും കാര്യം സംഭവിക്കാനുള്ള സാധ്യത. ഇവിടെ ക്യാൻ എപ്പോഴെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും? അതായത് ഉറപ്പായും നടക്കും എന്ന്
നമുക്ക് അറിയാവുന്ന സാഹചര്യങ്ങളിൽ ക്യാൻ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ നമുക്ക് കൺഫ്യൂഷനുള്ള, അതായത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ കുഡ് ഉപയോഗിക്കാൻ കഴിയും. ശരി, നമുക്ക് ഉദാഹരണം നോക്കാം. ഇറ്റ് ക്യാൻ റെയിൻ ഹെവിലി ഇൻ ജൂൺ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാൻ ആണ്. അതായത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും എന്ത്, ജൂൺ മാസത്തിൽ ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതാണ് ഇറ്റ് ക്യാൻ റെയിൻ ഹെവിലി ഇൻ ജൂൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈ ക്യാൻ മാറ്റി നമ്മളവിടെ കുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അർത്ഥം എങ്ങനെ മാറും? ഇറ്റ് കുഡ് റെയിൻ ഹെവിലി ഇൻ ജൂൺ. അതായത് ജൂൺ മാസത്തിൽ ശക്തമായ മഴ ഉണ്ടായേക്കാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല. ശരി, നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് വരാം. ലാക്ക് ഓഫ് സ്ലീപ്പ് ക്യാൻ അഫക്റ്റ് യുവർ കോൺസെൻട്രേഷൻ. ഇവിടെ ക്യാൻ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യവും, അതിന് താഴെ കുഡ് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ ഉദാഹരണം, നിങ്ങൾ നന്നായി ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാഗ്രത നഷ്ടമാകും. ഇവിടെ ക്യാൻ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ട് അതിനെ കാണാൻ കഴിയും. അതായത് ഉറങ്ങിയില്ലെങ്കിൽ ഏകാഗ്രത നഷ്ടമാകും. അതേസമയം താഴെ കുഡ് വന്നിരിക്കുന്നത് കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ഏകാഗ്രത നഷ്ടമായേക്കാം. ഒരു പക്ഷേ എന്നുള്ളതാണ്, പോസിബിലിറ്റിയാണ്. ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ നഷ്ടമായേക്കാം, ഒരു പക്ഷേ നഷ്ടമാവില്ലായിരിക്കാം. പോസിബിലിറ്റി എന്ന പോയിന്റിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ക്യാൻ എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നതും കുഡ് എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും. സോ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? ക്യാൻ എന്നുള്ള വാക്കും അതുപോലെ കുഡ് എന്നുള്ള വാക്കും ഉപയോഗിക്കാൻ കഴിയുന്ന 3 സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഈ 3 സാഹചര്യങ്ങളിലും ഈ 2 വാക്കുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.